ആ പോയി. നീ ആരടാ? ഹരിചന്ദ്രനോ? അച്ഛൻ എന്താണ് ഇങ്ങനെ ചോദിച്ചത്? നിങ്ങൾ ഇവിടെ പറഞ്ഞതെല്ലാം ഞാൻ അകത്തുനിന്ന് കേൾക്കായിരുന്നു. അങ്ങനെ വെച്ചു കെട്ടിയ രൂപ വാങ്ങിച്ചാൽ എന്തായിരുന്നടാ? അച്ഛാ, അത് കൈക്കൂലിയായിരുന്നു. എന്തുമായിക്കൊള്ളട്ടെ, 500 രൂപ കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം കാര്യം കാണാമായിരുന്നു. ഒരു സത്യവാൻ നടക്കുന്നു. കുടുംബം പട്ടിണി കിടക്കുമ്പോഴാണ് അവന്റെ ഒരു... അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത്? കൈക്കൂലി വാങ്ങുന്നത് കുറ്റമാണ് അച്ഛാ. എന്നിട്ട് ആരും കൈക്കൂലി വാങ്ങിക്കുന്നില്ലേ? എടാ, നിന്നെ കോളേജിൽ ചേർത്തത് കൈക്കൂലി കൊടുത്തിട്ടാ. നിനക്ക് ഈ ഉദ്യോഗം കിട്ടിയതും കൈക്കൂലി കൊടുത്തിട്ടാണോ? ആയിരിക്കാമെന്നല്ല, അങ്ങനെയാണ്. എന്തായാലും ഞാൻ കൈക്കൂലി വാങ്ങില്ല. വേണ്ടടാ, വേണ്ട. നിന്നെ ആശ്രയിച്ച് കഴിയുന്നവര് പട്ടിണി കിടന്നോളാം. ഇവിടെ ഇന്ന് അരി വെച്ചിട്ടില്ല. വാദം പിടിച്ചെന്റെ കാല് മരവിച്ചിരിക്കുകയാണ്. ഒരു തുടം കുഴമ്പ് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് എത്ര ദിവസമായടാ? എന്റെ കയ്യിൽ പണമില്ലാതിരുന്നാൽ പിന്നെ എന്ത് ചെയ്യും? എന്ത് ചോദിച്ചാലും പണമില്ല, പണമില്ല. നിന്റെ അമ്മ ചത്തത് തീവണ്ടി ആഫീസിൽ കിടന്ന അതുപോലെ ഞാനെല്ലാം പരിപാടിയിലും വീട് കിടന്ന് ചാവുകടാ, ചാവും. എന്നെ വെറുതെ അതും ഇതും പറഞ്ഞ് വിശ്വസിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം? നീ ഹരിചന്ദ്രൻ ചമഞ്ഞ് നടന്നോ? ഇന്ന് നളിനിയെയും കുട്ടികളെയും കൊണ്ടുവരുവാൻ ചെല്ലുമെന്ന് കരുതി നിന്റെ ഭാര്യ വീട്ടുകാരവിടെ കാത്തിരിക്കും. കാത്തിരിക്കട്ടെ. കാത്തിരിക്കട്ടെ എന്നോ? എടാ, ചെലവിന് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ കല്യാണം കഴിക്കരുത്. ഓ, തലവേദന എടുക്കുന്നു. അച്ഛനൊന്നും മിണ്ടാതിരിക്കാമോ? ഞാൻ മിണ്ടുന്നതാണ് കുറ്റം അല്ലേ? ഞാൻ ഈ കാര്യങ്ങളൊക്കെ പിന്നെ ആരോട് പറയും? കഞ്ഞിവെള്ളം കുടിക്കാനിട്ട് തല ചുറ്റുന്നു. ആഹാരം തരണമില്ലെങ്കിൽ ഞങ്ങളെയൊക്കെ കൊല്ലണ. ഇവിടെ നിന്നാൽ ഭ്രാന്ത് പിടിക്കും. ഞാൻ പോകുന്നു. കാര്യം പറയാൻ പാടില്ല. പറഞ്ഞാൽ എല്ലാവർക്കും കുറ്റം. വല്യേട്ടൻ പോയ അച്ഛൻ? ആ, വല്യേട്ടന് കൊണ്ടുവന്നായിരുന്നു കാപ്പി. അച്ഛന് വേണം? എനിക്കെങ്ങും വേണ്ട ഈ പരിക്കാപ്പി. നീ എന്റെ രണ്ടാമത്തെയും കെടുത്ത് ഞാൻ ആ കട വരച്ചെന്ന് 1 കിലോ കപ്പയെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ. ചേട്ടത്തിയെ കൊണ്ടുവരുന്ന കാര്യം എന്ത് തീരുമാനിച്ചാ? പണമില്ലെന്ന് പറഞ്ഞത് നീയും കേട്ടില്ലേ? പണമില്ലെന്ന് പറഞ്ഞ് പോകാതിരുന്നാൽ പറ്റുമോ? ആരോടാണ് ഈ ചോദിക്കുന്നത്? അവൻ ആ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മട്ടാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ഇവനല്ലാതെ വേറെ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടോ ഈ നാട്ടിൽ? സത്യം വെച്ചുകൊണ്ടിരുന്നാലേ വിശപ്പ് മാറില്ല. എത്ര പറഞ്ഞിട്ടല്ല, വല്യേട്ടൻ കൈക്കൂലി മേടിക്കില്ല. എത്ര പേരാ കൈമടക്ക് വെച്ച് നീട്ടുന്നത്? മേടിക്കണ്ടവൻ ഭാര്യയും കുട്ടികളെയും കൊണ്ടുവരാൻ പണമില്ലെന്ന് പറഞ്ഞ് അകത്ത് കുത്തിരുന്നാ മതി. അവൻ ചേട്ടത്തിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി പാർവതി ചേച്ചിയുടെ മാലയും വളയും വാങ്ങി വെച്ചായിരുന്നു ഞാൻ. നീ അതങ്ങ് തിരിച്ചു കൊടുത്തേരെ എന്റെ മോളെ. എന്തിനാ മറ്റുള്ളവരുടെ സ്വർണം വാങ്ങിച്ച് നമ്മുടെ പെരക്കകത്ത് വെച്ചിരിക്കുന്നത്? ഞാനെന്ന് വെച്ചാൽ എന്ത് വേണം? സുധാകരൻ ചേട്ടനായിരുന്നു. ഞാൻ വിചാരിച്ചു സുധാകരൻ ചേട്ടത്തിയാണെന്നല്ലേ? അത് കൊള്ളാമല്ലോ.
ശേഖരൻ ഇവിടെ ഇല്ലല്ലോ. അച്ഛനോ? ഇവിടെ ഇപ്പൊ ഞാൻ ഓ, സംഗതി ആകെ കുഴപ്പമായല്ലോ. പോ. എന്താണ്? കല്യാണപ്രായമായ ഒരു പെണ്ണ് മാത്രമുള്ള ഈ വീട്ടിൽ കല്യാണപ്രായമായി ഞാൻ വന്നു നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും. അതൊന്നും പറഞ്ഞില്ല. അത് ആളുകളോട് തന്നെ ചോദിക്കണം. ചോദിക്കാൻ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. പുറത്തേക്ക് ആരെയും ചോദിച്ചിട്ട് വരാം. അങ്ങനെ അങ്ങ് പോയാലോ? വന്ന കാര്യം പറയാതെ. അയ്യോ, എനിക്ക് പേടിയാവുന്നു. വീട് സുധാകരൻ വല്ലതും കാണും. കണ്ടാൽ മോശമല്ലേ? നമ്മളിങ്ങനെയൊന്നും ഇതുവരെ പെരുമാറിയിട്ടില്ലല്ലോ. കല്യാണം കഴിയുന്നവരെങ്കിലും ഒന്ന് ക്ഷമിച്ചുകൂടെ? ക്ഷമിക്കുമല്ലേ? പക്ഷെ ഇനി ഏറെ നാൾ ക്ഷമിക്കാൻ എന്നെ കൊണ്ടാവില്ല. കഴിയുന്നത്ര വേഗത്തിൽ നമ്മൾ കല്യാണം നടത്തണം. കല്യാണം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത പേടിയാണ്. എന്താണോ? സുധാകരേട്ടൻ്റെ വീട്ടുകാർ നമ്മുടെ വിവാഹത്തിന് എതിരായ നിലയ്ക്ക്. വീട്ടുകാർക്ക് വേണ്ടിയല്ലോ ഞാൻ കല്യാണിക്കുന്നത്. ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങൾ പണക്കാരാണ്. ഞങ്ങൾക്ക് സ്വന്തമായൊരു വീട് പോലുമില്ല. ഞങ്ങൾക്ക് സ്വന്തമായ വീടുണ്ട്. ഞങ്ങൾക്ക് എന്നും പട്ടിണിയാണ്. ഞങ്ങൾക്ക് ഒരിക്കലും പട്ടിണിയില്ല. ഈ സുധാകരേട്ടൻ എന്ത് പറഞ്ഞാൽ തമാശയാണ്. സുധാകരേട്ടൻ്റെ അച്ഛന് നമ്മുടെ വിവാഹത്തും ഇഷ്ടമല്ലല്ലോ. അച്ഛന് ഒരു കാര്യം ചെയ്തവർക്കും കൊച്ചേട്ടൻ്റെ നടപടി ദിവസം കൊണ്ടായിരിക്കാം അച്ഛന് കൂടുതൽ വെറുപ്പ്. ഞാനിവിടെ വന്നപ്പോഴും ഒന്നെന്നറിഞ്ഞാൽ അച്ഛൻ വഴക്ക് പറയും. എന്ത് ചെയ്യാൻ സുധാകരേട്ടൻ? കൊച്ചേട്ടനോട് ആരെന്ത് പറഞ്ഞാലും അനുസരിക്കില്ല. സുധാകരേട്ടൻ വേഗം പോയിക്കോളൂ. ഇവിടെ അധികം സമയം നിന്ന് ആരെങ്കിലും കണ്ട് അച്ഛനോട് പറഞ്ഞു കൊടുത്താൽ വഴക്ക് കിട്ടും. തുറഞ്ഞു, എന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്ത് ചെയ്യും? അയ്യോ, എന്നെ കൂടെ കണ്ടാൽ കുഴപ്പം അധികമോ? ഞാൻ പോകും. എടാ സുധാകര, എന്തോ നീ എന്തിനിവിടെ വന്നു? ചീ, നുണ പറയുന്നതാ. നീ ആ രാജമ്മയെ കാണാനല്ലോ വന്ന്. എന്താണ് ഒന്നും മിണ്ടാത്ത? നീ അവളെ കാണാനല്ലോ വന്ന്? അതെ, എന്ത് കഥ? പോടാ ഇവിടെ. ഞങ്ങൾ സ്നേഹിച്ചു പോയച്ച നിന്റെ സ്നേഹം മണ്ണാങ്കട്ട. നടക്കണ നടക്കണ കഴുത. അയ്യോ, എന്നെ തല്ലെഴുതച്ച. 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 അയ്യോ, എന്നെ തല്ലെഴുത. സുധാകര, എന്തു പറ്റി മോനെ? മോനെ വടി കൊണ്ട് അടിക്കില്ലേ? ഇത് സാരമില്ല. ഇത് വെയിലത്ത് നടന്നു വന്നുകൊണ്ടായിരിക്കും. ഇരിക്കും മോനെ. സുധാകര, മോൻ എണ്ണ മാറി കുളിച്ചോ? ഇല്ല. പിന്നെ എന്തു പറ്റി? ഒന്നുമില്ല. ഇന്ന് കമ്പനി പോയില്ലേ? ഇല്ല, നോപ്പാണ്. ഈ ഓഫ് ഒരു വല്ലാത്ത സൂക്കേടാണല്ലോ. മോൻ കുറച്ച് ദിവസത്തേക്ക് വെയിലത്തൊന്നും നടക്കണ്ട. ഉറക്കമുളക്കുകയും വരുന്നു. ഓഫാണ് സൂക്കേട്, അത് ഓർമ്മ വേണം. എനിക്കൊന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. എന്നാലും സൂക്ഷിക്കണം. ഓഫ് അത്ര നിസ്സാര സൂക്കേടൊന്നുമല്ല. അച്ഛനും അമ്മയ്ക്കും കൂടി ആകൊരു മകനല്ലേ മോൻ. ദൈവമേ, ഒന്ന് പറ്റി കൂട്ടരുതേ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇല്ല, ഒന്നുമില്ല. മോൻ ഇനി മുതൽ ചങ്ങനാതി എണ്ണ തേച്ച് കുളിച്ചാൽ മതി. തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. ഞാൻ പോകുന്നു. ശരി. ഇതാ 250 രൂപയുണ്ട്. ഇത് ശേഖരൻ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. വളരെ ഉപകാരം മോനെ. വേഗം പോകാൻ നോക്ക്. ശേഖരൻ ചേട്ടൻ ഇന്ന് രാവിലെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും എന്നോട് ഈ 250 രൂപ വേണമെന്ന് പറഞ്ഞിരുന്നു. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. മോൻ ചെല്ലാൻ നോക്ക് വേഗം. കൊട കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. എന്നാ കൊട തന്നയക്കാം. വെയിൽ കൊള്ളണ്ട. മോളെ രാജമ്മേ, എന്താണ് അച്ഛാ? ആ കൊട ഒന്നും എടുത്തുകൊണ്ടുവന്ന് സുധാകരന് കൊടുക്ക്. മോനെ, അവൾ കൊട കൊണ്ടുവന്ന്